പ്രിന്റു മഹാദേവ്, കോൺഗ്രസിന്റെ ആട്ടും തുപ്പുമേറ്റ് കഴിയുന്ന കെ മുരളീധരന് ഓട്ടക്കാലിന്റെ വില പോലും പാർട്ടിക്കാർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. എല്ലാ കാലത്തും ബി.ജെ.പി. പറയുന്നത് മുരളീധരന് വരാം, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ സ്ഥിതി മോശമാണ് എന്ന് അങ്ങോട്ടേക്ക് പോയ കെ മുരളീധരന്റെ സഹോദരി മാത്രമല്ല, അത് പാർട്ടിക്കാരും പറയുന്ന കാര്യമാണ്. ഈ തൃശ്ശൂരിൽ ഈ രീതിയിലുള്ള ഒരു കൊലച്ചതി കെ മുരളീധരനെതിരെ നടന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ ബി.ജെ.പിക്കാരായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ബി.ജെ.പിക്കാര്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഈ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിലൊക്കെ സാങ്കത്യമുണ്ട് എന്ന് ബി.ജെ.പി. കരുതുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വയം ഓട്ടക്കാലനായി തീർന്ന വ്യക്തിത്വമാണ് കെ മുരളീധരൻ. കെ മുരളീധരന്റെ ഒരു രാഷ്ട്രീയ പൊതുജീവിതം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ മണ്ടത്തരങ്ങൾ ചെയ്ത് സ്വയം കുഴിയിലേക്ക് വീഴുന്ന ഒരു വ്യക്തിത്വമാണ് മുരളീധരൻ. മുരളീധരന് കൃത്യമായിട്ട് തൃശ്ശൂരിന്റെ ഒരു പൊളിറ്റിക്സ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാജയം. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ തൃശ്ശൂർ ജില്ലയിലെ വലിയ കേമന്മാരൊന്നുമല്ല. ഇപ്പൊ ജോസ് വള്ളൂർ ആയിക്കോട്ടെ, അനിൽ അക്കരെ ആയിക്കോട്ടെ, സ്വന്തം ഒരു നിയോജക മണ്ഡലത്തിൽ പോലും സ്വയം വിജയിക്കാൻ പറ്റാത്ത ആളുകളാണ്. അപ്പൊ മുരളീധരനെ അതൊക്കെ അവരുടെ ഒരു ആഭ്യന്തര കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ തൃശ്ശൂരിന്റെ ഒരു പൊതു രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ കെ മുരളീധരൻ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കേരളത്തിന്റെ ഒരു പക്ഷേ കരുണാകര കുടുംബത്തിന്റെ വാട്ടർലൂ ആണ് തൃശ്ശൂര്. കെ കരുണാകരന്റെ ഏറ്റവും പ്രഭാവ കാലഘട്ടത്തിൽ ഇപ്പൊ 96-ൽ കെ കരുണാകരനെ തോൽപ്പിച്ചൊരു മണ്ഡലമാണ് തൃശ്ശൂര്. അതിനുശേഷം 98-ൽ വീണ്ടും മുരളീധരൻ വരുന്നു. അന്നും കരുണാകരന്റെ പ്രഭാവ കാലഘട്ടത്തിൽ മുരളീധരൻ തോൽക്കുന്നു. മുകുന്ദപുരത്ത് പത്മജ തോൽക്കുന്നു. അതിനുശേഷം വടക്കാഞ്ചേരിയിൽ മുരളീധരൻ തോൽക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ വീണ്ടും പത്മജ വരുന്നു. പത്മജ 2 തവണയാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ തോൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കരുണാകര കുടുംബത്തിന്റെ ഒരു വാട്ടർലൂ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തൃശ്ശൂർ. അവിടേക്ക് മുരളീധരനെ ഒരുപക്ഷെ വടകരയിൽ അദ്ദേഹം നന്നായി ജയിക്കുമായിരുന്നു, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഒരു മണ്ഡലത്തെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു എം പി എന്ന രീതിയിലും അദ്ദേഹം വട്ടിയൂർക്കാവിൽ MLA ആകുന്ന സമയത്തൊക്കെ തന്നെ മുരളീധരന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധയാകർഷിച്ചതാണ്. അങ്ങനെ വിജയസാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോകുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് ഞങ്ങൾ കാണുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അത് KC വേണുഗോപാലും VD സതീശൻ മാത്രമല്ല, പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ BJP-യെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് കെ മുരളീധരൻ. പക്ഷെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ ഇവിടെ നമ്മൾ ആഗ്രഹങ്ങൾ സഫലമാകാതെ മുരളീധരൻ ദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിൽ ഞങ്ങൾ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്ന രീതിയിൽ ഒരു ക്രൗഡ് പുള്ളർ എന്ന രീതിയിലൊന്നും കെ മുരളീധരൻ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ ആളുകൾ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പൊ മുരളീധരന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹം വിജയിച്ചതിനേക്കാൾ കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്രമാത്രം വലിയ ക്രൗഡ് പുള്ളർ ആണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJP-യെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ വിജയമാണ്. കാരണം ഏറ്റവും പരാജയപ്പെട്ട MP ആയിട്ടുള്ള TN പ്രതാപൻ, ഈ TN പ്രതാപൻ 1.5 വർഷം മുമ്പ് തന്നെ അവിടെ പറയുന്നു ഞാൻ അവിടെ മത്സരിക്കാനില്ല എന്നുള്ളത്. കൃത്യമായിട്ട് TN പ്രതാപൻ ഏറ്റവും പരാജയപ്പെട്ട ഒരു MP ആണെന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിനും തൃശ്ശൂർ പാർലമെന്റിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് ബോധപൂർവ്വം കെ മുരളീധരൻ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്ന് ചതിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലാതെ ഈ മുരളീധരൻ ഞാനൊരു 3 പോയിന്റ് പ്രിന്റിനോട് ചോദിക്കുന്നത്, അതായത് BJP ഇത് ബെനിഫിറ്റ് ഉണ്ടാക്കിയ പാർട്ടിയാണ്. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ സുരേഷ് ഗോപി എടുത്ത ഇടപെടലുകൾ അത് കുറച്ചുകൂടെ സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ BJP-ക്ക് ഒരവസരം ഒരുക്കി. അങ്ങനെ ആ ഒരു മാനദണ്ഡമായിട്ട് പാർട്ടി കണക്കാക്കുന്ന ഒന്നാണല്ലോ, അല്ലേ? കരുവന്നൂർ ബാങ്ക് BJP-ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു പ്രക്ഷോഭത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നത് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ്. കാരണം ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് അതിൽ നമുക്കറിയാം ഒരുപാട് ആത്മഹത്യ അടക്കം നടന്നൊരു സന്ദർഭങ്ങളുണ്ട്, സാഹചര്യമുണ്ട്. ആയിരക്കണക്കിന് നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അവിടെ രക്ഷകനെ പോലെ അവതരിച്ചത് സുരേഷ് ഗോപിയാണ്. അത് അംഗീകരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, 1.5 കൊല്ലം മുൻപ് മത്സരത്തിനില്ല എന്ന് TN പ്രതാപൻ പറയുന്നു. അതും സുരേഷ് ഗോപിക്ക് ഗുണകരമായിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്ലാറ്റ്ഫോം, അതും സുരേഷ് ഗോപിക്ക് ഗുണകരമായിട്ടുണ്ടെന്ന് BJP കരുതുന്നുണ്ട്, ഇല്ലേ? തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുരേഷ് ഗോപി അവിടെ വരുന്നു 2016-ൽ വന്നു, അദ്ദേഹം പരാജയപ്പെട്ട് പിറ്റത്തെ ദിവസം മുതൽ തന്നെ അദ്ദേഹം അടുത്ത പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ച വ്യക്തിത്വമാണ്. നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം കോഫി വിത്ത് SG അല്ലെങ്കിൽ അവിടുത്തെ ജനകീയ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതേസമയത്ത് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ TN പ്രതാപനെ ആരും കാണുന്നില്ല. അതായത് മണലൂരിലും ഗുരുവായൂരിലുമായി ഒതുങ്ങി TN പ്രതാപന്റെ പ്രവർത്തനം.
അങ്ങനെയും BJP കരുതുന്നുണ്ട്. അത് ഇപ്പൊ പറഞ്ഞതാണല്ലോ, പാർലമെന്റ് മണ്ഡലത്തിൽ കണ്ടില്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഗുരുവായൂരിലും പോലും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. പ്രതാപന്റെ പ്രവർത്തനം നോക്കുന്ന സമയത്ത് അദ്ദേഹം മണലൂരിലും ഗുരുവായൂരിലും പോയി ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം നമ്മൾക്കറിയാം എത്രത്തോളം അതിൽ പോലും സത്യമില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അദ്ദേഹം പാർലമെന്റിന്റെ അകത്ത് പോലും ഗൗരവപരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സസ്പെൻഷൻ കിട്ടിയ MPമാരിൽ ഒരാളാണ് പ്രതാപൻ. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രതാപനെ സംബന്ധിച്ചും അദ്ദേഹം കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് കേരള നിയമസഭയാണ്. അപ്പൊ പാർലമെന്റിനകത്ത് അദ്ദേഹം ഈ പ്രവർത്തനം മോശമാക്കുകയും അതോടൊപ്പം തന്നെ ഈ പാർലമെന്റിൽ നിന്ന് മാറുന്നതിന് പിന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം പാർലമെന്റിനകത്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രതാപൻ ഒന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം പ്രതാപൻ അറിയാം. അവിടെ അദ്ദേഹത്തിന് നിയമസഭാ മണ്ഡലം, അദ്ദേഹം മത്സരിച്ച് MLA ആയിരുന്ന ഒരാളായിരുന്നല്ലോ. പ്രത്യേകമായിട്ട് ഒരു ജനകീയ പരിവേഷം നൽകിക്കൊണ്ട് സ്വയം ഒരു വലിയ ജനകീയനാണെന്ന് നടിച്ചു നിന്നൊരു MLA ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ലക്ഷ്യം ഇവിടെ പരാജയപ്പെടാനുള്ള സാഹചര്യമാണുള്ളത്. കാരണം ഇവിടെ ഒരു കാര്യം കൂടെ പ്രിന്റു, BJP വോട്ടുകൾ അധികമായിട്ട് ചേർത്തു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അത് അങ്ങനെയല്ല, അത് പുതിയ വോട്ടുകളാണ്, അല്ലെങ്കിൽ കണക്കിൽപ്പെടാതെ മാറി നിന്ന വോട്ടുകളാണ് എന്നാണ് BJP പറഞ്ഞത്. ആ സമയത്ത് ആ വിവാദത്തിലേക്കല്ല ഞാൻ കടക്കുന്നത്. അങ്ങനെ പുതിയ വോട്ടുകൾ കൃത്യമായി ഒരു സംഘടനാ സംവിധാനത്തിൽ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസവും BJPക്ക് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട്. അല്ല, തീർച്ചയായും ഞങ്ങളുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ 1275 ബൂത്തുകളാണ് തൃശ്ശൂർ പാർലമെന്റിനകത്തുള്ളത്. അതിനകത്ത് 677 ബൂത്തിനകത്തും ഒന്നാം സ്ഥാനത്ത് വന്നത് BJP ആണ്. അതിന് മുമ്പത്തെ വർഷം ഞങ്ങൾ 332 സ്ഥലങ്ങൾ ഞാൻ തിരികെ എത്താം പ്രിന്റു.